കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു വലിയ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി കേന്ദ്ര HRD മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനെ സന്ദർശിച്ചു. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് ലഭിക്കേണ്ടത്. ആ വകുപ്പിൽ നിന്നാണ്. ആ വകുപ്പിനാണ് വിദ്യാഭ്യാസം സംബന്ധമായ എല്ലാ തരത്തിലും പ്രൈമറി തലം മുതൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, ഗവേഷണം, PhD തുടങ്ങിയ കാര്യങ്ങളിൽ വരെ പരിപൂർണമായ നിയന്ത്രണം സർവകലാശാലകളുടെ UGCയുടെ ഒക്കെ നിയന്ത്രണം ഒക്കെ നിലകൊള്ളുന്നത് HRD വകുപ്പിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാനും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാനുമായിട്ട് മന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ സമ്മാനങ്ങളുമൊക്കെ കൊടുത്ത് തിരിച്ചു വന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്, അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ വളരെയധികം വൈറലായിട്ടുണ്ട്. വലിയ പൊങ്കാലയാണ് ശിവൻകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ചുട്ട മറുപടി ഉരുളക്കുപ്പേരി പോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിൽ ചെന്നപ്പോൾ നടുക്ക് ഗണപതി, മുഴുവൻ ഹിന്ദു ദൈവങ്ങൾ, ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഓഫീസിൽ നടക്കുന്നത് എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. ശരിയാണ്, അവിടെ ഇതൊക്കെ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ ഒരു മതേതര സർക്കാരാണ് എന്ന് നമ്മളെല്ലാവരും കൊട്ടിഘോഷിക്കുകയാണല്ലോ. സത്യത്തിൽ ഈ സെക്കുലർ എന്ന വാക്ക് ഭരണഘടനയിൽ കടന്നു വന്നതിനെക്കുറിച്ച് തന്നെ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഭരണഘടനാ ശില്പികൾ, ഭരണഘടനാ നിർമ്മാതാക്കൾ സെക്കുലർ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഭരണഘടനയിൽ എടുത്തു പറഞ്ഞില്ല. പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് ഈ സെക്കുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും രണ്ട് പദങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കോ അത് സംബന്ധിച്ച വിവാദങ്ങളിലേക്കോ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ദൈവങ്ങളുടെ പ്രതിമകളും ചിത്രങ്ങളും ഒക്കെ വയ്ക്കുന്നത് ശരിയാണോ? ഇതാണ് ശിവൻകുട്ടി ചോദിക്കുന്നത്. അതിൽ ശരിയാണെന്നും അല്ലെന്നുമുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട്. വിശ്വാസികളും അവിശ്വാസികളുമായ ആൾക്കാർ രണ്ടു കൂട്ടരും ഇതിൽ ശരി വയ്ക്കുന്നവരുമുണ്ട്, അല്ല ശരികേട് വയ്ക്കുന്നവരും ഉണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല എൻ്റെ ഈ ചർച്ച അല്ലെങ്കിൽ എൻ്റെ ഈ വിശകലനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ശിവൻകുട്ടി ഈ പരാതിയൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് ഇവിടെ കേരളത്തിൽ വന്ന് ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, പത്രങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു, വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്താ കേന്ദ്രത്തിൽ മുഴുവനും ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഭാവിയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ഗണപതിയെ ആരാധിക്കേണ്ടി വരും, ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കേണ്ടി വരും. അത് വിശ്വാസികളായാലും ശരി, അവിശ്വാസികളായാലും ശരി, ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, അവരൊക്കെ ഇത് ചെയ്യേണ്ടി വരും എന്ന ഒരു ദുഷ്ടലാക്കോട് കൂടിയ മുനവച്ച ഒരു ഒളിയമ്പ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ആ പറച്ചിലിൽ ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ ചില വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന സംശയം ജനിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞ ശിവൻകുട്ടി അവിടെ ചെന്നപ്പോൾ മന്ത്രിക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ നൽകി എന്നും കൂടി സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം സാധാരണ ഇവരൊക്കെ മന്ത്രിമാരെ കാണാൻ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുപോകും. പലരും ആറന്മുള കണ്ണാടി, വാൽക്കണ്ണാടി കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ ചില അഭിമാന ചിഹ്നങ്ങൾ കൊടുക്കാറുണ്ട്. ഇവിടെ ശിവൻകുട്ടി കൊടുത്തത് എന്താണ് എന്ന് നമുക്ക് അറിയില്ല. അദ്ദേഹം ഒരുപക്ഷെ ശബരിമലയിലെ അരവണ പായസം കൊടുത്തേക്കാം. പലപ്പോഴും ഇവിടുന്ന് പോകുന്നവർ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവർ, ശ്രീപത്മനാഭന്റെ വിഗ്രഹം സമ്മാനിക്കാറുണ്ട്. ഈ അനന്തന്റെ മേൽ പള്ളി കൊള്ളുന്ന വിഗ്രഹം. ഇവിടെ വരുന്ന അതിഥിയായി കേരളത്തിലേക്ക് വരുന്ന, തലസ്ഥാനത്തേക്ക് വരുന്ന പല മഹത് വ്യക്തികൾക്കും, വിദേശത്തെന്നും സ്വദേശത്തെന്നും വരുന്നവർക്ക് നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് അവരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് സമ്മാനമായി ശ്രീപത്മനാഭന്റെ വിഗ്രഹം കൊടുക്കാറുണ്ട്. കാരണം ശ്രീപത്മനാഭന്റെ മണ്ണാണ് തിരുവനന്തപുരം എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അതൊരു സങ്കല്പമാണ്, അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ ചരിത്രവും കൂടിയാണ്. കാരണം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ എന്ന രാജ്യം സ്ഥാപിച്ചതിന് ശേഷം ഈ ഭൂമി മുഴുവനും, അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനും, ഈ മണ്ണിനെ അദ്ദേഹം ശ്രീപത്മനാഭന് ദാനം ചെയ്തു.
ശ്രീപത്മനാഭനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, ഞാൻ വെറും കെയർ ടേക്കർ, ശ്രീപത്മനാഭന് വേണ്ടി രാജ്യം ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെട്ട ആ ദാനത്തിനു ശേഷം, ആ ചടങ്ങിനു ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാവരും അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ ദാസൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു വലിയ അത്ഭുതമാണ്. അവിടുത്തെ സ്വർണത്തിൻ്റെ അളവും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ വസ്തുക്കളും ഒക്കെ ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അതിനുമൊക്കെ എത്രയോ മുമ്പ് തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു വലിയ അത്ഭുതമായി നിലകൊള്ളുകയാണ്. കാരണം ആ വലിയ ഗോപുരവും അവിടുത്തെ കുത്തുപണികളും ആ ക്ഷേത്രത്തിൻ്റെ മാതൃകയും അതിൻ്റെ വാസ്തു ശില്പ ഭംഗിയും ഒക്കെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹം കൊടുക്കാറുണ്ട്. ഇനി ശിവൻകുട്ടി അത്തരത്തിൽ വല്ല വിഗ്രഹവും കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. എന്തായാലും ഇവിടുന്ന് പോകുന്ന പല മന്ത്രിമാരും ആറന്മുള വാൽക്കണ്ണാടിയും ആറന്മുള പള്ളിയോടത്തിൻ്റെ രൂപങ്ങളും അത്തരത്തിലുള്ള ശില്പങ്ങളും ശ്രീപത്മനാഭ വിഗ്രഹങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇടതു മുന്നണി ആയാലും വലതു മുന്നണി ആയാലും അതിലൊന്നും വലിയ വ്യത്യാസമില്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ മന്ത്രി തൻ്റെ ഓഫീസിൽ ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നാളെ ഒരുപക്ഷെ അദ്ദേഹം അവിടുന്ന് പോകുമ്പോൾ അതൊക്കെ അവിടുന്ന് മാറ്റിയേക്കാം, നമുക്കറിയില്ല. ഇവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ BJPയുടെ മന്ത്രി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വയ്ക്കാറില്ലേ മാർക്സിസ്റ്റുകാരെ? നിങ്ങൾ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പലയിടത്തും ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ ഉൾപ്പെടെ. അത് ആരും അതിനെ ചോദ്യം ചെയ്യാറില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു വലിയ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. ഇവിടെ വിഗ്രഹാരാധന അസ്വീകാര്യമായിരിക്കുന്ന ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, തൃപ്തിപ്പെടുത്താൻ, അവരുടെ മതവികാരങ്ങളെ ചൂഷണം ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് സ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്ന ഒരു ദുരൂഹത കൂടി ഇതിനകത്ത് ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. വളരെ കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ മന്ത്രിക്ക് ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല അവിടെ പോയി കണ്ട കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശേഷിപ്പിച്ച് നടക്കാൻ. കേരളത്തിലെ സ്കൂളുകളിൽ കൃത്യമായിട്ട് PM ശ്രീ ഫണ്ട് വാങ്ങിയെടുക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയാണ്, ആ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് ഇതൊക്കെ പറയുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ ഗണപതിയുടെ ചിത്രം വെച്ചാൽ എന്ത്, വേറെ ആരുടെയെങ്കിലും ചിത്രം വെച്ചാൽ എന്ത്, അവർ ചെയ്യേണ്ട ജോലിയൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്, രാജ്യം ഭരിക്കുന്നുണ്ട്, വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ. എല്ലാവരും പൂർണ്ണ തൃപ്തരാണ് എന്നൊന്നും അതിനർത്ഥമില്ല, പക്ഷേ വലിയ കുഴപ്പങ്ങളില്ലാതെ അവർ കൊണ്ടുപോകുന്നുണ്ട്. 10-12 വർഷമായി കാര്യമായ ഒരു അഴിമതി ആരോപണവും അവർക്കെതിരെ ഉയർത്താൻ ഇല്ല എന്നുള്ളതും സത്യമാണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷം പടവലങ്ങ പോലെ വളർന്ന് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചിത്രവും നമ്മൾ കാണുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന മന്ത്രിക്ക് യോജിച്ചതല്ല. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ മറ്റൊരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നത്, മറ്റൊരു വിഭാഗത്തിൻ്റെ മൃദുല വികാരങ്ങളെ കുത്തിനോവിക്കുന്നത്, വിശ്വാസങ്ങളെ ഹനിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ.